ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. യക്കോ നിങ്ങൾ പടം കണ്ട? ഏ പടം കണ്ടവർക്ക് എന്റെ ഈ ഫീലിങ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എടോ എന്തൊരു പടമോ! ഏ എന്താ പടം! എന്താ പടം! പടത്തിന്റെ അവസാനം അവസാനം കിട്ടിയൊരു രോമാഞ്ചമുണ്ട്. അതിങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് കാണണം. കണ്ടവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സീരിയസ്ലി മാൻ, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. കീട്ടിലം പടം, കീട്ടിലം പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കീട്ടിലം പടം. ചേട്ടാ മോനെ, എപ്പിടി എപ്പി- എപ്പിടി இந்த மாதிரி பண்ண முடியுது? ഏ അതായത് ഈ പടം ഇറങ്ങണതിന് മുമ്പേ തന്നെ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടാണല്ലോ. അത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ലെവല് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഓൾറെഡി നല്ല പ്രതീക്ഷയുണ്ട്. ഫസ്റ്റ് ദിവസം എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയില്ല, മറ്റു ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം റിവ്യൂസ് നമ്മൾ എത്രയൊക്കെ കാണണ്ട എന്ന് വിചാരിച്ചാലും ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ അങ്ങനെ റിവ്യൂസ് കണ്ട് സിനിമയ്ക്ക് പോകുന്ന ആളല്ല, കാരണം നമ്മൾ തന്നെ ഇവിടെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ. അപ്പം ഫസ്റ്റ് സീസൺ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ വേണ്ട 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 എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ചെവിക്കകത്തേക്ക് ആക്ച്വലി എത്തും. അപ്പൊ ഓൾറെഡി പ്രതീക്ഷയിലിരിക്കുന്ന സിനിമ ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് ഇത് ഭീകര അഭിപ്രായം, ഭീകര എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് പറയണം. അപ്പൊ അതും കൂടി ആയപ്പോഴേക്കും എന്റെ ഓൾറെഡി ഉള്ള പ്രതീക്ഷയിൽ നിന്ന് അങ്ങോട്ട് പീക്ക് ലെവലിലേക്ക് അങ്ങോട്ട് പോയി. അപ്പൊ ആ പീക്ക് ലെവൽ പ്രതീക്ഷയും വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ കണ്ടിട്ട് ആ ഉണ്ടായിരുന്ന പീക്ക് പ്രതീക്ഷയുടെ മേളിലുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി എനിക്ക് കിട്ടിയത്. അമ്മാതിരി പടം, അമ്മാതിരി എക്സ്പീരിയൻസ്. ഇതാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയാനുള്ളത്. കിട്ടില്ല, കിട്ടില്ല, കിട്ടില്ല. കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏറ്റിട്ട് വരട്ടെ, മറ്റാട് വരട്ടെ. അങ്ങനെയല്ല, ഈ പടമൊക്കെ നിങ്ങൾ നല്ലൊരു തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് തന്നെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് അങ്ങനെയുള്ളൊരു പടം. കണ്ടു നോക്ക് മുത്തേ, കണ്ടു നോക്ക്. ആസ് എ പ്രേക്ഷകൻ ഞാൻ പീക്ക് ലെവൽ പ്രതീക്ഷ വെച്ചിട്ട് ഈ പടം പോയി കണ്ടിട്ട് തന്നെ എനിക്ക് അതിന്റെ മേളിലുള്ള എക്സ്പീരിയൻസ് കിട്ടി. എന്റെ കിളിയൊക്കെ പറയും, ഞാൻ ഞെട്ടി. എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേങ്ങാക്കോലയും പ്രതീക്ഷയും അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടൊന്നും നിങ്ങൾ പോയിട്ട് ഈ സിനിമ കണ്ടു നോക്കരുത്. നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങും. അതാണ് അവസ്ഥ. അമ്മാതിരി പടം, പൊളി സാധനം, പൊളി സാധനം, പൊളി സാധനം. കണ്ട കണ്ട എന്താണ് തീട്ടക്കണ്ടി ഓഡിയൻസിന്റെ ഒപ്പം ഇരുന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പെട്ടുവിട്ടാ. കാരണം നമുക്ക് ഇതിന്റെ അകത്ത് കമന്റ് അടി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നോയസ് അതൊന്നും പറ്റൂല. അത് വന്നാൽ പോയി ഭയങ്കര സ്പോയിലായിരിക്കും. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വിഷ്വലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് തിയേറ്ററിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ഫീൽ ആക്ച്വലി ഉണ്ട്. ഈ സിനിമ നമുക്ക് നൽകുന്ന ഒരു മാജിക് ആക്ച്വലി ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ രീതിയിലും. കാരണം അങ്ങനെയാണ് പണി വെച്ചിരിക്കുന്നത്. എവ്രിതിങ്, മ്യൂസിക്, എവ്രിതിങ്, മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി, അത് നമ്മുടെ ഈ പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, റൈറ്റർ. എജാതി എഴുത്താണ് മോനെ, എജാതി എഴുത്താണ്, എജാതി എഴുത്താണ്. കിഷ്കിന്ധാകാന്ഡം, കേരള സ്റ്റോറി 2, ഇപ്പൊ ഇത്,
എങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി പറ്റുന്നത്? നിങ്ങൾ ഏത് യൂണിവേഴ്സിൽ ജീവിക്കുന്ന ആളാണ്? എനിക്ക് അറിയാൻ മേലതുകൊണ്ട് ചോദിക്കുന്നതാണ്. ബാഹുൽ രമേശ്, ഐ എം ആസ്കിങ്, നിങ്ങൾ ഏത് യൂണിവേഴ്സിലുള്ള ആളാണ്? എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുന്നത്? ഒരു ചോദ്യം എഴുത്ത്. ഓ, ബ്രില്യന്റ് മാൻ, ബ്രില്യന്റ്. കിഷ്കിന്ത കാണാൻ തന്നെ ഏത് റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണ്. ഏഹ് ഞാൻ പൊതുവെ കമ്പാരിസൺ നടത്താറില്ല സിനിമകൾ തമ്മിൽ. പക്ഷേ കിഷ്കിന്താകാന്ഡത്തിന്റെ മേളിലുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോ കിട്ടിയത്. അജാതി സാധനം. ആൻഡ് ഓഫ് കോഴ്സ് ഡിഞ്ചിത് അയ്യത്താൻ, കിട്ടിലും മേക്കിങ്, കിട്ടിലും മേക്കിങ്. ഈ ടീം തന്നെയാണല്ലോ കിഷ്കിന്താകാന്ഡം ടീം തന്നെയാണല്ലോ ഇവര്. പൊളി. ഡിഞ്ചിത് യു മാൻ, പൊളി പൊളി സാധനം, പൊളി സാധനം. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇത്ര നേരമായിട്ട് പടം കണ്ട് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഈ ബാഹുൽ രമേശ് എന്ന് പറയുന്ന ഈ റൈറ്റർ, ഇയാള് ഇയാളൊരു ഒന്നൊന്നര ആയിരിക്കും. ഇനി ഇങ്ങേരുടെ വരാൻ വേണ്ടി പോകുന്ന സാധനങ്ങളൊക്കെ ഓർഗാനിക് ആയിട്ട് ആൾക്കാരുടെ ഉള്ളിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം വരും. എക്സ്ട്രാ ഓർഡിനറി ലെവൽ സാധനങ്ങളും കൊണ്ടായിരിക്കും പുള്ളി വരിക എന്നുള്ളൊരു തോട്ട് ആളുകളുടെ ഉള്ളിലേക്ക് വരും ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം കിഷ്കിന്ത കണ്ട ഓക്കെ അങ്ങനെ നിൽക്കണു റേഞ്ച് സാധനം, അതിനുശേഷം ഇറക്കി വിടുന്ന സിനിമയും അതിന്റെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക പറയുമ്പോ അത് അതെങ്ങനെ പറഞ്ഞറിയിക്കുന്നത് എനിക്ക് അറിയില്ല. ഇതൊരു അപാരം ബ്രില്യൻസ് തന്നെ കേട്ടോ. അത് പണിയെടുത്തിട്ടുണ്ട്. കിട്ടില്ല മേക്കും. പൊളി സാധനം, പൊളി സാധനം. എനിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് മതിയാവില്ല. പൊളി പടം. എന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു എന്ന് തന്നെ പറയാം. എനിക്ക് ആ വാക്കാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം. എന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു, എന്നെ ഭയങ്കരമായിട്ട് സെഡ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. പടം തുടങ്ങി, പടം ഇങ്ങനെ സെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മളെ. ഞാൻ അതിന്റെ അകത്തേക്ക് കയറി. പിന്നെ അതിന്റെ അകത്ത തിയേറ്ററിലാണെന്നുള്ള തോന്നലൊന്നുമില്ല. എട്ടം വല്ലം തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഫോൺ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. സിനിമ തുടങ്ങി സിനിമയ്ക്ക് തിയേറ്ററിന്റെ അകത്ത് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാണ്ട് ആ സിനിമയുടെ കൂടെ ഇങ്ങ് ഇരിക്കുക. അതിന്റെ അകത്തേക്ക് പിന്നെ ഇങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്റർവെൽ ആയ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ട് അതിന്റെ പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആക്രാന്താണ്. തിന്നാനും പിടിക്കാനൊന്നും വേണ്ട, നത്തിങ്, ഒന്നും വേണ്ട. പെട്ടെന്ന് മാങ്ങാത്തൊലി പെട്ടെന്ന് ഇട്. പുതിയ ആക്രാന്തത്തോട് കൂടിയിട്ട് ഇരിക്കുക സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിയേറ്ററിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി. വീണ്ടും ഉള്ളിൽ കയറി പറഞ്ഞാൽ കയറാൻ വേണ്ടി അങ്ങോട്ട് ഫോഴ്സ്ഡ് ആയിട്ട് കയറിയല്ല, നമ്മളങ്ങ് അതാ ഞാൻ പറഞ്ഞു, സെഡ്യൂസ് ചെയ്ത് അതിന്റെ അകത്തേക്ക് ആക്കുകയാണ്. പിന്നെ അങ്ങനെ പോവുക. കിട്ടില്ല സാധനം മോനെ, കിടിലൻ സാധനം. പറഞ്ഞറിയാൻ പറ്റൂല അമ്മാതിരി സാധനം, കിടിലൻ സാധനം. വിഷ്വലി ആണെങ്കിലൊക്കെ എന്ത് ഭംഗിയാണ് ആ മലയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, എന്ത് രസമാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ലൊക്കേഷൻസ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസം ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കാനും. അത് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്, ആ മറ്റേ മ്യൂസിക് പരിപാടികളൊക്കെ ആണെങ്കിലും അത് ഭയങ്കരം. അഗെയിൻ ഞാൻ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യണം. റൈറ്റർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി പുള്ളി തന്നെയാണ്, മ്യൂസിക്, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. പറഞ്ഞിട്ട് ഇതിന്റെ അകത്തുള്ള ആക്ടേഴ്സിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. എല്ലാവരും ഓ മാൻ, എന്താ ഞാൻ ആ പയ്യനെ കുറിച്ച് പറയണ്ട്. എനിക്ക് അറിയായിരുന്നു പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, പ്രേക്ഷകർ ഓൾറെഡി അവനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ മറ്റേ അയ്യോ ആ പടത്തിന്റെ പേരെന്തായിരുന്നു, പടക്കളത്തിന് തന്നെ ആ ചെക്കൻ എന്തൊരു സ്വാഗായിരുന്നു. ആക്ഷനും അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും എല്ലാം പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമുക്ക് ആക്ച്വലി ഉണ്ടായി. നല്ല കാലിബറുള്ള, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ് പുള്ളി. എഴുതി ഒപ്പിട്ട് വെച്ചോ അങ്ങേര് വേറെ ലെവൽ ആക്ടറായിട്ട് മാറും. പുള്ളി മാറും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കിട്ടില്ല, ഹൈലി ടാലന്റഡ്. സെക്കൻഡ് ഹാഫിന്റെ അകത്ത് മൂപ്പരുടെ ചില പരിപാടികളൊക്കെ ആക്ച്വലി മരത്തിൽ പൊക്കി പിടിച്ച് കയറുക, പൊട്ടിക്കുക പരിപാടി, നല്ല പണിയെടുക്കേണ്ട കാര്യങ്ങളാണ്. നന്നായി പണിയെടുത്തിട്ടുണ്ട് പയ്യൻ, മനസ്സിലായ? ഓ
പിന്നെ വിനീത്, അയാളൊക്കെ ശരിക്കും പറഞ്ഞ മലയാളത്തില് നല്ല രീതിയിൽ ഉപയോഗിക്കണം, നല്ല രീതിയിൽ ഉപയോഗിക്കണം. കിടിലൻ ആക്ടറാണ് പുള്ളി. ഇതിന്റെ അകത്ത് ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ കാണുക, എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയും, നിങ്ങൾ പോയി കാണാൻ. വിനീത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നരയൻ ഉണ്ട് ഇതിന്റെ അകത്ത്. നരയന്റെ ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ല, അത് ഒരു പെർഫോം ചെയ്യാനുണ്ട് പുള്ളിക്ക് ചില സംഭവങ്ങളൊക്കെ. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അശോകൻ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ആനിമൽ സിനിമയിലുള്ള മറ്റേ പുള്ളിയുണ്ട്, എനിക്ക് അയാള് കിടിലൻ ആക്ടറാണ് കേട്ടോ. ഇതിന്റെ അകത്താണെങ്കിലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള മറ്റേ അമ്മച്ചി, ഷീസ് ഓൾസോ ഗുഡ്. എനിക്ക് അവരുടെ പേരറിയില്ല, അവര് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള സീൻസ് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ വലിയൊരു സ്പോയിലർ ആയിരിക്കും. സോ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഫീൽ ചെയ്ത അതേ സംഗതി ഞാൻ എന്നെ പറയണമെന്ന് മാത്രം. വേറെ ഒന്നും ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞ് നിങ്ങളെ സ്പോയിൽ ചെയ്യുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പോയി. നിങ്ങളിത് ഫ്രഷ് ആയിട്ട് എന്റെ ഇപ്പൊ അഭിപ്രായം കേട്ടല്ലോ, ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം കേട്ടല്ലോ, ഗംഭീര പടമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ പ്ലെയിൻ ആയിട്ട് തിയേറ്ററിലേക്ക് കയറുക, പടം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, ആനന്ദമാണ്. പൊളി സാധനം. ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഓഫ് കോഴ്സ് ഞാൻ റൈറ്ററിന്റെ കാര്യം, ഡയറക്ടറിന്റെ കാര്യം, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം ഞാൻ പറഞ്ഞു. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് കാസ്റ്റിംഗ് തന്നെ ഉണ്ടല്ലോ, ഗംഭീര. വെറുതെ ആരെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും ആ ക്യാരക്ടറിൻ്റെതായ സാധനങ്ങൾ ആക്ച്വലി ചെയ്യാനുണ്ട് സാധനങ്ങൾ. അതാണ്. അപ്പൊ ഇത്രയും സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഏതോ റിവ്യൂ ഒന്നും നിങ്ങൾ കൂട്ടണ്ട. റിവ്യൂ ഒന്നും ഞാൻ അല്ലെങ്കിൽ ചെയ്യാറില്ല. ഒപ്പീനിയൻ ആണ് പറയുന്നത്. നമ്മൾ പിന്നെ ടൈറ്റിൽ റിവ്യൂ കൊടുക്കണമെന്ന് മാത്രം. നമ്മുടെ ആ ഒരു ഫീലിങ്സ്, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പടം കണ്ട് ഇറങ്ങി വന്നോടാ ആ ചൂടോടുകൂടി ഇരുന്ന് പറയുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എഴുതി ഒപ്പിട്ട് വെച്ചോളി, ഞാൻ പറയേണ്ട കാര്യമില്ല. പയ്യൻ ഇട്ടു വേറെ ലെവലെത്തും പുള്ളി. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് സീനൊക്കെ ആവുന്ന സമയത്ത് ഇതിലുള്ള സംഭാഷണങ്ങളും പരിപാടികളൊക്കെ പൊളിയാണെന്നേ. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ പട്ടികളുടെ കാര്യമൊന്നും വിടാൻ പാടില്ല. പട്ടികളൊക്കെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കണേ, ഒക്കെ ബ്രില്യൻസ് ആട്ടോ. പട്ടികളെ പ്രസന്റ് ചെയ്തിരിക്കുന്നതേ. പൊതുവേ ഈ ചെങ്ങായിയുടെ റൈറ്റിങ്സിൽ ഈ വക പരിപാടികളൊക്കെ വരും. ഏ ഇതിന്റെ അകത്ത് പട്ടികള്, ഇവിടെ പട്ടികളെ എങ്ങനെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കണോ, കിട്ടില്ലായിട്ട് പെർഫോം ചെയ്തിരിക്കണേ. കാണും നിങ്ങള്, പടം കാണും, എക്സ്പീരിയൻസ് ചെയ്യും, തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ 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 ഇട്ട് തന്നു എന്ന് മാത്രം. ഇനി ഇതൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ ഇതൊക്കെ കണക്ട് ആവും. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് കണക്ട് ആയി ഇങ്ങനെ വരും. എന്താണ് ഈ ഫീലിങ്സ്, എന്താണ് ഈ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.